ഞാൻ പറയുന്ന ബയോമാഗ്നറ്റിസം എന്തെന്നാൽ നാച്ചുറൽ ബയോമാഗ്നറ്റിസമാണ്. നാച്ചുറൽ ബയോമാഗ്നറ്റിസം ഇംപ്രൂവ്സ് യുവർ ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് ബൈ ഡിഫോൾട്ട് എൻഹാൻസസ് യുവർ ഓക്സിജൻ ലെവൽ. നിങ്ങളുടെ ബോഡിയിലെ ഓക്സിജൻ ലെവൽ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് സെൽസ് ഹെൽത്തി ആയിരിക്കും. ബ്ലഡ് സെൽസ് ഹെൽത്തി ആണെങ്കിൽ ഓർഗൻ പാർട്സ് ഹെൽത്തി ആയിരിക്കും. ഓർഗൻ പാർട്സ് ഹെൽത്തി ആണെങ്കിൽ ബോഡി ഹെൽത്തി ആയിരിക്കും. ബ്ലഡ് സെൽസ് അൺഹെൽത്തി എങ്കിൽ ഓർഗൻ പാർട്സ് അൺഹെൽത്തി. ഓർഗൻ പാർട്സ് അൺഹെൽത്തി എങ്കിൽ ബോഡി അൺഹെൽത്തി. ബ്ലഡ് സെൽസ് ഡെഡ് ആണെങ്കിൽ ബോഡി ഡെഡ്. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തണം. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ ലെവലും കൃത്യമായ രീതിയിൽ പോയില്ലെങ്കിൽ നിങ്ങൾ തലകുത്തി മറിഞ്ഞാലും ഡാൻഡിയ ഡാൻസ് കളിച്ചാലും ഡിസ്കോ ഡാൻസ് കളിച്ചാലും നിങ്ങളുടെ പ്രശ്നം ഒരിക്കലും സോൾവ് ആവില്ല. അഥവാ സോൾവ് ആയാൽ തന്നെ അത് ടെമ്പററി ആയിരിക്കും. സുഹൃത്തുക്കളെ, ലോകത്തിലെ എന്ത് ഹെൽത്ത് സയൻസും മനസ്സിലാക്കുന്നതിന് മുൻപ് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതായത് ബ്ലഡ് സർക്കുലേഷന്റെയും ഓക്സിജന്റെയും പ്രാധാന്യം അറിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടും. മനുഷ്യർ ശരീരം ഉപയോഗിച്ചാണ് പണം ഉണ്ടാക്കുന്നത്. എന്നാൽ ആ ശരീരം നന്നാക്കാൻ വേണ്ടി പണം മുഴുവൻ ചിലവാക്കുന്നു. ബ്ലഡ് സർക്കുലേഷന്റെയും ഓക്സിജൻ ലെവലിന്റെയും ഡിസ്റ്റർബൻസസ് മൂലമാണ് ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ അസുഖം പിടിച്ചിരിക്കാതെ വെറുതെ ഡോക്ടേഴ്സിനെ കണ്ട് പണം ചിലവാക്കി കളയാതെ കുടുംബത്തിനും സമൂഹത്തിനും സങ്കടം വരുത്തി വെക്കാതെ ബ്ലഡ് സർക്കുലേഷന്റെയും ഓക്സിജൻ ലെവലിന്റെയും കാര്യത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തണം. ഒരു ഗുണവുമില്ലാതെ വെറുതെ പണം ചിലവാക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഇത് വളരെ സിമ്പിൾ ആണ്. ഓക്സിജനും ബ്ലഡ് സർക്കുലേഷനും കൃത്യമായ രീതിയിൽ കൊണ്ടുപോകാൻ